നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അഴിമതിയെ പറ്റിയാണ്. ഇത് അഴിമതിയാണോ എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് ഇത് അഴിമതിയല്ല. പക്ഷെ നമ്മൾ എങ്ങനെ നമ്മളെ കുറച്ച് പേര് നമ്മളെങ്ങനെ വഞ്ചിക്കപ്പെടുന്നു എന്ന ഒരു സത്യാവസ്ഥ ആണ് ഞാൻ ഇനി ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വഞ്ചന നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവണം. അതിലൊന്നാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരൊക്കെയാണ് മേജർ പ്ലെയേഴ്സ്, ആ പ്ലെയേഴ്സ് എങ്ങനെയാണ് നമ്മളെ വഞ്ചിച്ചത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള 2 മേജർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെഡിങ് പോലെ തന്നെ FII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, പിന്നെ DII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് ആദ്യം നോക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ sebi.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഡേറ്റ എടുത്തത്. അപ്പോൾ സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് നിയമങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ FIIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അവർക്ക് എത്രത്തോളം നടത്താൻ പറ്റും? അവർക്ക് 24% അതായത് മൊത്തം, ഇപ്പോൾ റിലയൻസിന്റെ മൊത്തം ഷെയർസ് 1 കോടിയാണെങ്കിൽ അതിന്റെ 24% വരെയും, അതായത് 24 ലക്ഷം ഷെയർസ് വരെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാൻ പറ്റും. അതാണ് ഇവിടെ 24% എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഈ 24%-ൽ വിദേശത്തുള്ള ഒരു കമ്പനിക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ FIIs ഉണ്ട്, FPIs ഉണ്ട്. FPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. അവര് പക്ഷെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മറ്റു കാര്യങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്കിൽ വളരെ കുറച്ചായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആയിട്ടുള്ള ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സിലെല്ലാമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏഞ്ചൽ വൺ എന്ന വെബ്സൈറ്റിൽ നിന്ന് എടുത്താണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് പുട്ട് their money into financial assets like bonds, mutual funds and stocks of the nation. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സ് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയർസ് വാങ്ങുന്നുണ്ട്. കമ്പനിയുടെ ഷെയർസ് എന്താണെന്നും മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്നും എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ പാസ്റ്റ് വീഡിയോ എടുത്താൽ 12th ജൂണിന് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ബോണ്ട്സിനെ പറ്റി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ രാജ്യത്ത് വന്ന് സ്റ്റോക്സ് വാങ്ങാനും മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനും ബോണ്ട്സ് വാങ്ങാനും പറ്റും. എത്ര ശതമാനം? സ്റ്റോക്സിന്റെ 24%, മ്യൂച്വൽ ഫണ്ട്സിന്റെ 24%, ബോണ്ട്സിന്റെ 24%. ആ രീതിയിൽ അവർക്ക് വാങ്ങാൻ പറ്റും. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏഞ്ചൽ വണ്ണ് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ വരുന്ന ടൈപ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും
ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനീസ്, അതായത് സകലമാന കാർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സകല ഹെൽത്ത് ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്, അങ്ങനെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. പിന്നെ ലോക്കൽ പെൻഷൻ ഫണ്ട്സ്, അതായത് നമ്മളുടെ പെൻഷൻ ഫണ്ടുകൾ, പ്രൈവറ്റ് ആയാലും പബ്ലിക് പെൻഷൻ ഫണ്ട്സ് ആയാലും എല്ലാവരും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ അണ്ടറിൽ വരും. ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ബാങ്കുകൾക്കും ഇന്ത്യൻ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ വരും. ഇവർക്കും നമ്മളുടെ ഷെയർസ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഇവരെത്ര വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതാണല്ലേ. അതായത് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പെൻഷൻ ഫണ്ടുകളും നിങ്ങൾ ചേർന്നിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ, അതായത് കാറിന്റെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്തിന്റെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, അതോ ഇനി നിങ്ങൾ വേറെ എന്തിൻ്റെയൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനികൾ എത്ര നിങ്ങളുടെ പൈസ ഉപയോഗിച്ച് എത്ര ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കണം. പിന്നെ നിങ്ങൾ SIP ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ ഷെയർസ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണി കൺട്രോൾ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. മണി കൺട്രോളിൽ ഒരു മിനിറ്റ്, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സോ മണി കൺട്രോൾ വെബ്സൈറ്റിൽ മാർക്കറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മാർക്കറ്റ് ആക്ഷൻസിൽ FIIs ആൻഡ് DIIs ഡേറ്റ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എത്ര ഡെയിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അവർ ഡെയിലി ഡേറ്റ കൊടുക്കും, അതായത് എല്ലാ ദിവസവും എത്രയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇവർക്ക് എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡിലേക്ക് ക്ഷമിക്കാം എന്നോട്. അതേപോലെ സെബിയുടെ കുറച്ച് കോമോഡിറ്റീസ് ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് ഈ മാസത്തെ ഡേറ്റയാണ്. ഈ മാസം ജൂൺ 2 മുതൽ ജൂൺ 13 വരെയുള്ള ഡേറ്റയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതുവരെ, അതായത് ഇന്നേ ഡേറ്റ് വരെ ഈ മാസം 4800 കോടി രൂപയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അവരുടെ ഷെയർസ് വിറ്റൊഴിവാക്കിയിരിക്കുന്നത്. അതേസമയം 44,150 കോടി രൂപയുടെ അടുത്തുള്ള ഷെയർസ് ആണ് നമ്മളുടെ കഠിനാധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കി ഈ ഇൻഷുറൻസ് കമ്പനികൾക്കും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും അതേപോലെ മറ്റ് ബാങ്കിങ് സെക്ടേഴ്സിന് കൊടുത്ത പൈസയിൽ നിന്നും 44,150 കോടി രൂപ കൊണ്ടാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഷെയർസ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഈ മാസത്തെ കണക്കാണ്. ഇനി 2007 മുതലുള്ള ഡേറ്റ എടുക്കുകയാണെങ്കിൽ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 2007 മുതലുള്ള ഡേറ്റ എടുക്കുകയാണെങ്കിൽ മൊത്തം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ഉണ്ട്. ഇവിടെ നെറ്റ് പർച്ചേസ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വാങ്ങിച്ചതാണോ വിറ്റതാണോ. അപ്പോൾ FIIs എത്ര മൊത്തത്തിൽ വാങ്ങിച്ചു, മൊത്തത്തിൽ വിറ്റു, DIIs എത്ര മൊത്തത്തിൽ വാങ്ങിച്ചു, മൊത്തത്തിൽ വിറ്റു. ഇതിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏപ്രിൽ 2007 വരെയുള്ള ഡേറ്റ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അതൊരു എക്സലിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡേറ്റയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. ആ ഡേറ്റ
ഞാൻ എക്സലിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എക്സലിൽ നിന്ന് കാണിക്കാം. ആ ഡേറ്റ മൊത്തം ഞാൻ കോപ്പി ചെയ്ത് ഞാൻ എക്സലിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ സമ്മ് നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത്. അതായത് FIS ആസ് ഓഫ് നോ എത്ര ടോട്ടലായിട്ട് വിറ്റിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. മൊത്തം 6,50,312 കോടി രൂപയുടെ ഷെയർസ് 2007 നിന്നും ഇവർ വിറ്റിട്ടുണ്ട്. ഇത് ആർക്കാണ് വിറ്റത്? ആ വിറ്റതിൽ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട്സും ഇൻഷുറൻസ് കമ്പനികളും അതേപോലെ മറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും വാങ്ങിച്ച കണക്ക് നോക്കാം. $16,50,334.22. അപ്പൊ FISന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് 6 ലക്ഷവും മറ്റ് 10 ലക്ഷത്തിന്റെ അടുത്ത് നമ്മൾ വേറെ ആരിൽ നിന്നോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ 10 ലക്ഷം കോടി രൂപന്റെ 6 ലക്ഷം കോടി രൂപ FIS അവരുടെ കയ്യിലുള്ള ഷെയർസ് എല്ലാം നമ്മുടെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട്. അതേപോലെ ബാക്കി 10 ലക്ഷം കോടി രൂപയും വേറെ ആരൊക്കെയോ വിറ്റിട്ട് നമ്മളുടെ പൈസ ഉപയോഗിച്ചിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. അതാരായിരിക്കും? അതിന് നമുക്ക് നിഫ്റ്റി എടുക്കേണ്ടി വരും. നിഫ്റ്റി എടുക്കുന്ന സമയത്ത് ഇതാണ് എക്സ് ആക്സിസിലുള്ളത് ടൈമും വൈ ആക്സിസിലുള്ളത് പ്രൈസുമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന്, അതായത് 1990s നിന്നും 2001 വരെ അല്ലെങ്കിൽ 2003 വരെയുള്ള കാലയളവിൽ കുറെ വലിയ ബുദ്ധിയുള്ള സൂപ്പർ അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവർ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ 10 കൊല്ലം കൊണ്ട് വാങ്ങിച്ച ഷെയർസ് അവർക്ക് വിൽക്കണം. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ അത് നമ്മൾക്ക് വളരെ വൃത്തിയായി തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് അവർ തന്നത്? പരസ്യങ്ങൾ വഴി. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച കൂടുതൽ റിട്ടേൺസ് കിട്ടും. ഇതിൽ നമ്മളുടെ ഭാഗത്തും ഒരു തെറ്റുണ്ട്. തെറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറുതായിട്ട് അത്യാർത്ഥി ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പൈസ വരണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ജോയിൻ ചെയ്യുകയും അതുവഴി മ്യൂച്വൽ ഫണ്ട്സ് നമ്മളുടെ പൈസ ഉപയോഗിച്ച് വളരെ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വിൽക്കാനായിട്ട്, അവർക്ക് ആവശ്യമില്ലാത്ത ഷെയർസ് അവർക്ക് വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ലാഭമായപ്പോൾ അവർക്ക് വിൽക്കാൻ ഒരു ആടിനെ വേണമായിരുന്നു. അപ്പൊ ആ ആടിനെ സൃഷ്ടിക്കാനായി മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പരസ്യങ്ങളും ഒരുപാട് ഏജൻസികളെയും മാർക്കറ്റിംഗ് ഏജൻസിനെയും ഒരുപാട് തുച്ഛമായ പൈസ, കാരണം 10 ലക്ഷം കോടി രൂപ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനായി അവർക്ക് 1 ലക്ഷം കോടി രൂപ മുടക്കിയാലും കുഴപ്പമില്ല. അപ്പൊ അവര് അത്രയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അത്രയും ഏജൻസിനെയും ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് 10 ലക്ഷം കോടി രൂപന്റെ ഷെയർസ് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇതെങ്ങനെയാണ് അവര് വാങ്ങിച്ചത്, എത്ര ഡിഫറൻസിലാണ് വാങ്ങിച്ചത് എന്നതിന്റെ ഡേറ്റയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ ഇതില് ഓരോ മാസവും അവർ നമ്മൾക്ക് എത്ര വിറ്റു, നമ്മൾ ഏതൊക്കെ മാസങ്ങളിലാണ് വാങ്ങിച്ചത് എന്നൊരു കണക്കുണ്ട്. അപ്പൊ ആ കണക്കിന് വേണ്ടിയിട്ട് നമുക്കറിയണമല്ലോ, നമ്മള് നിഫ്റ്റി ഏത് ലെവലിൽ ഉണ്ടാവുമ്പോഴാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിച്ചതെന്നും നിഫ്റ്റി ഏത് ലെവലിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത് എന്നറിഞ്ഞാൽ അവർ കുറവ് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവർക്ക്
കൂടിയ വിലയ്ക്ക് വിൽക്കേണ്ട സമയത്താണോ നമ്മൾ വാങ്ങിച്ചതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT-യിൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്തു. ChatGPT-യിൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് ആദ്യം പ്ലോട്ട് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ നിഫ്റ്റിയുടെ പ്ലോട്ട്. സംശയം ഉണ്ടെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാം. രണ്ടും ഒരേ പ്ലോട്ടാണ്. അപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ പ്ലോട്ടിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുകയും നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ചാർട്ട് ഉണ്ട്. കണ്ടീഷൻസ് കൊടുത്തത് ഇതാണ്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുകയും DIAs ബൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആ പോയിന്റ് ബ്ലൂ കളറിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ അടുത്ത കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുകയും നമ്മൾ വിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ DIAs വിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഗ്രീനിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുകയും നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഓറഞ്ചിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. ഇനി നമ്മളും അവരും വിൽക്കുകയാണെങ്കിലോ അതിന് റെഡിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾക്ക് നോക്കേണ്ടത് ഇപ്പം അഴിമതി എന്ന് പറയുമ്പോൾ ഒന്ന് അവർ വാങ്ങിച്ചു, അവരാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവണം, നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവണം. അത് എത്ര വിലയ്ക്ക് വാങ്ങിച്ചു, ഏത് റേഞ്ചിൽ വാങ്ങിച്ചു എന്നുള്ളത് ആദ്യം അറിയണം. അതേപോലെ വിൽക്കുകയാണെങ്കിൽ അപ്പൊ ഗ്രീൻ ആണെങ്കിൽ അവര് നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. ഓറഞ്ച് ആണെങ്കിൽ അവർ നമ്മൾക്ക് വിറ്റു. ഇതാണ് കണക്ക്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്ലോട്ട് ഇതാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കാണണം. ഈ ഇമേജിന് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജിന് ഞാനൊരു പെയിന്റിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നിഫ്റ്റിന്റെ ചാർട്ടും ക്രോപ്പ് ചെയ്തിട്ട് അതിനെ ഒരു പെയിന്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമ്പാരിസൺ. ഇത് നമ്മുടെ നിഫ്റ്റിന്റെ ചാർട്ടാണ്, ഇത് നമ്മളുടെ പ്ലോട്ട് ചെയ്ത ചാർട്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് 2009 മുതൽ ഏകദേശം 2015 വരെ നിഫ്റ്റിന്റെ വാല്യൂ 4000-ൽ നിന്നും 8000 ആയിരുന്നു. കുറച്ചുകൂടെ തെളിവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതായത് ഈ ഒരു റേഞ്ച്, ഈ ഭാഗം എന്താണ് 2009. താഴെ ശ്രദ്ധിച്ച ടൈം ഫ്രെയിം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2009 മുതൽ 2015 വരെ നമ്മൾ വിൽക്കുകയും എന്താ ഈ 2009 മുതൽ 2015 വരെ ഗ്രാഫ് എന്താ പറയുന്നത് അത് നോക്കാം. 2009 മുതൽ 2015 വരെ ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് വെച്ചാൽ എന്താണ്? FIIs വാങ്ങുകയും നമ്മൾ വിൽക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ മുന്നേ നമ്മൾ വാങ്ങിച്ച ഷെയർസ് വളരെ തുച്ഛമായ വിലയ്ക്ക് FIIs വാങ്ങിച്ചു. താഴത്തു നിന്ന് വാങ്ങിച്ച് പിന്നെ എന്ത് പറ്റി? ഇത് ഏകദേശം 2019-ലും 2020-ലും അവർ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് കൊറോണ വന്നു. അപ്പോൾ 2019-ലും 2020-ലും മുന്നേ പറഞ്ഞ പോലെയാണെങ്കിൽ കൊറോണ വന്നു കഴിഞ്ഞ് വരുന്നുള്ളത് അവർക്ക് നേരത്തെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വഴി അവിടെ ഒരു ഫോൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായതിനു ശേഷവും അവർ ഈ 2019-2020 കാലഘട്ടങ്ങളിൽ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2 ഗ്രീനും കുറച്ച് ബ്ലൂവും വന്നിട്ടുണ്ട്. വാങ്ങിച്ചതിന് ശേഷം കൊറോണ വന്നു കഴിഞ്ഞ അടുത്ത മാസം തൊട്ടിട്ട് എല്ലാം ഗ്രീനാണ്. 2020
ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ കൊറോണ വന്നു, നല്ലോണം ഫോളോ ആയി. അതിനുശേഷം എല്ലാം ഗ്രീനാണ്. അതായത് നമ്മളെല്ലാം പേടിച്ച് ന്യൂസിലും മീഡിയയിലും എല്ലാം ഭയം പരത്തിവിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ അനുവദിക്കാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഭാഗങ്ങളിലെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എത്രത്തോളം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏകദേശം നിഫ്റ്റി 15,000, 16,000 റേഞ്ച് എത്തുന്നത് വരെ വാങ്ങിച്ചിട്ടുണ്ട്. കാലയളവ് നോക്കുകയാണെങ്കിൽ 2021 വരെയും അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 2009 മുതൽ 2021 വരെ നമ്മളിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. കൃത്യം ഇവിടെ എല്ലാം ഇനി ഇന്ത്യൻ എക്കോണമി ഉണരില്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഡള്ളായിരിക്കും, അങ്ങനെ പേടിപ്പെടുത്തി 2020 ജാനുവരി മുതൽ ഒക്ടോബർ വരെയൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. ന്യൂസിലെല്ലാം ഈ കൊറോണന്റെ പേടിയും ലോക്ക്ഡൌണിന്റെ പേടിയും ഇനി എക്കോണമി വളരെയോ ഇല്ല എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴും അവര് വാങ്ങിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴൊന്നും മ്യൂച്വൽ ഫണ്ടുകാർ വാങ്ങുന്നില്ല. ഇതിന് ശേഷം ഇവിടെ നോക്കിയ യെല്ലോ എന്താണ്? യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ഏകദേശം 2021 മിഡോടുകൂടി ഇവർ വിറ്റ് തുടങ്ങി. അതാരാ വാങ്ങിച്ചത്? ഇവിടെ DII+ ആണ്. അതായത് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? നമ്മളാണ്. അതായത് ഇവിടം വരെ, അതായത് 14,000, 15,000 വരെ നിഫ്റ്റി എത്തുന്നത് വരെയും നമ്മൾ വിൽക്കുകയും അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അത് 2021 ജൂണോടെ. അതിനുശേഷം 2021 ജൂണൊക്കെ ആയപ്പോൾ മാർക്കറ്റ് റെഡിയായി, ഇനി മേലോട്ട് പോവും എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരെ കൊണ്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഏജൻസി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോക്ക് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങുന്നത് ആരുടെ അടുത്താണ് വാങ്ങുന്നത്? ഇത്രയും തുച്ഛമായ വിലയ്ക്ക് വാങ്ങിച്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഷെയർസ് വിൽക്കണം. അപ്പോൾ വിൽക്കാനുള്ള ഒരു ആഡായിട്ട് നമ്മളെ ഉപയോഗിച്ച് അവർ 2021 ഓൾമോസ്റ്റ് ജൂൺ മുതൽ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കളറ് ബ്ലൂ ആവുന്നത് കാണാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാങ്ങിച്ച് നമ്മളുടെ പൈസ കൊണ്ട് വാങ്ങിച്ച് ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ് മാർക്കറ്റ് ഫോൾ ആയി തുടങ്ങി. ഏകദേശം 2024 ഒരു ലെവൽ എത്തിയപ്പോൾ ഈ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 പേര് വാങ്ങിച്ചിട്ടുണ്ട്. ആ ബ്ലൂ എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏകദേശം ഇവിടെ കുറെ പൈസ വിറ്റിട്ടുണ്ട്, ബൾക്കായിട്ട് വിറ്റിട്ടുണ്ട്. അതായത് സമയം നോക്കുകയാണെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ, അതായത് നവംബർ 2021 മുതൽ മെയ് 2023 വരെ അവർ വിൽക്കുകയും നമ്മൾ വാങ്ങുകയും ചെയ്തു. അതായത് നിഫ്റ്റി 16,000, 17,000, 18,000 റേഞ്ച് വരെ അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ശേഷം 2 പേരും വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വാങ്ങിച്ച മൂല്യം എത്രയാണെന്ന് നോക്കാം. അതായത് കഴിഞ്ഞ മാസം തൊട്ടിട്ട് അവരെത്ര വാങ്ങിച്ചു എന്നും നമ്മളെത്ര വാങ്ങിച്ചു എന്നും നോക്കാം.
3,99,825 കോടി രൂപ അവർ വിറ്റിട്ടുണ്ട്. അത്രയും തന്ത്രപരമായിട്ടാണ്. എൻ്റെ പ്ലോട്ടിനെ വരെ പറ്റിച്ചിരിക്കുകയാണ് അവര്. അതായത് ഇവിടെ ഞാൻ ചെയ്ത ലോജിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു D2 to D27. D2 to D27 വരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തിൽ നിന്ന് തുടങ്ങി മാർച്ച് 27 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2023 അതുവരെ അവർ ശരിക്കും വിറ്റിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ വളരെ ബുദ്ധിപരമായി വിറ്റത് കൊണ്ട് ChatGPT പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ വിറ്റതാണെന്നുള്ളത്. അപ്പൊ എങ്ങനെ നമ്മളുടെ ഒരു സത്യസന്ധനായിട്ട് FIIസും DISും ഡേറ്റയൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന സാധാരണ ട്രേഡേഴ്സിന് വരെ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ആ 3 ലക്ഷം ആരായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക? അതിൽ നമ്മൾ 6 ലക്ഷം രൂപന്റെ മുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് FIIസിന്റെ ഓൾമോസ്റ്റ് 4 ലക്ഷം കോടി രൂപ നമ്മളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതല്ലാതെ വേറൊരു 5 ലക്ഷം കോടി രൂപ കൂടി നമ്മളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലുള്ള ഏതൊക്കെയോ പ്രമുഖരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും വിറ്റൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ FIIസ് വിറ്റൊഴിഞ്ഞിട്ടുണ്ട്. DIS തന്നെ പ്രമുഖരായിട്ടുള്ള പണക്കാരുടെ പൈസ കൂടെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതില് അവസാനത്തെ കുറച്ച് ലെവൽസ് എടുത്താൽ മനസ്സിലാവും അവിടെ നമ്മൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതായത് ശക്തി കൂടിയത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 2024 മുതൽ ഏപ്രിൽ 2025 വരെ അതിൻ്റെ എടുക്കാം. അപ്പൊ ഇവിടെ എത്ര വിറ്റിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. സെപ്റ്റംബർ 2024 മുതൽ ഏപ്രിൽ 2025 വരെ ഇതില് എത്ര മാസമുണ്ട്? 3 മാസം. $3,19,016 കോടി രൂപയാണ് അവർ വിറ്റിരിക്കുന്നത്. അങ്ങനെ 3,19,016 കോടി രൂപ വിറ്റിട്ട് നമ്മൾ എത്രയാണ് വാങ്ങിച്ചത്? $4,34,000 കോടി രൂപന്റെ ഷെയർസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഏകദേശം നിഫ്റ്റി 18,000 എത്തുന്നത് വരെ അവർ വാങ്ങിച്ച ഷെയർസ് എല്ലാം പ്ലസ് 991 മുതൽ വാങ്ങിച്ച എല്ലാ ഷെയർസും ഈ പോയിന്റിന് ശേഷം, അതായത് സെപ്റ്റംബർ 2021 ശേഷം അവർ വിറ്റൊഴിവാക്കുകയും അതെല്ലാം നമ്മൾ വാങ്ങിച്ച് കൈവച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് വിറ്റ മുതല് ഇത്രയും കൂടിയ വിലയ്ക്ക് അവർ വാങ്ങില്ല. അപ്പൊ അവര് എപ്പോഴായിരിക്കും വാങ്ങുക? ഇനി താഴുമ്പോൾ മാത്രമേ അവർ വാങ്ങുള്ളൂ. അപ്പോ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ നിഫ്റ്റി ഫെയിൽ ആവാനുള്ള സെക്കൻഡ് പ്രൂഫാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഇനിയും അവർക്ക് വിൽക്കാനുണ്ടെങ്കിൽ, കാരണം എനിക്ക് 2007 വരെയുള്ള ഡേറ്റയെ കിട്ടിയിട്ടുള്ളൂ. 1991 തൊട്ടിട്ട് 2007 വരെയുള്ള ഡേറ്റ എടുത്താൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ ഇനിയും എത്ര കാലം ഇവർ മാർക്കറ്റിനെ ഇതേ ലെവലിൽ നിലനിർത്തും എന്നുള്ളത്. അങ്ങനെ നിലനിർത്തി അവരുടെ എല്ലാ
എല്ലാ ഷെയർസും അവർ ഈ റേഞ്ചിൽ വിറ്റൊഴിവാക്കിയതിനു ശേഷം അവർ മാർക്കറ്റിനെ പൊട്ടിക്കും. അങ്ങനെ പൊട്ടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, അതായത് തൊഴിലില്ലായ്മ ഉണ്ടാവും. കാരണം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്, ബാങ്കിങ്ങിൽ ഉണ്ട്, അതേപോലെ കാറിന്റെ ഇൻഷുറൻസുകളുണ്ട്, എല്ലാ ഇൻഷുറൻസുകളും അതിൽ വരുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പറയുമ്പോൾ എല്ലാ ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചറും കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് ജോലി ഇല്ലാതാവും, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് ജോലി ഇല്ലാതാവും, ബാങ്കുകളിൽ നഷ്ടം വരികയും ബാങ്കിന്റെ ഷെയർ വാല്യൂ കുറയുകയും ചെയ്യും. ഇങ്ങനെ എല്ലാം വരുമ്പോൾ 34%, ഈ നിഫ്റ്റിന്റെ 34% ബാങ്ക് ആയതുകൊണ്ട് നിഫ്റ്റി താഴെ വീഴുകയും അതുവഴി കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി ഇല്ലാതാവും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ ജോലി ഇല്ലാതാവുന്നു. ഇതേ അവസ്ഥയാണ് US-ലുള്ളത്. അപ്പോൾ US-ൽ നിന്ന് നമുക്ക് പ്രൊജക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല. അങ്ങനെയാകുമ്പോൾ IT കമ്പനീസിലുള്ള ആൾക്കാർക്ക് ജോലി ഇല്ലാതാവും. അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും നഷ്ടത്തിലാവും, അവർക്കും ജോലി ഇല്ലാതാവും. അങ്ങനെ ഒരു വലിയ തൊഴിലില്ലായ്മ പ്രശ്നം വരികയും അതുവഴി ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരില്ലാതെ വരികയും അതുവഴി സ്റ്റോക്ക് മാർക്കറ്റ് പൊട്ടുകയും നമ്മളുടെ രാജ്യം വലിയൊരു സാമ്പത്തിക ദുരന്തത്തിലോട്ടുമാണ് പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വളരെ പെട്ടെന്ന് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും പൈസ ഒഴിവാക്കി കാരണം വൻ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് വാങ്ങാനുള്ള ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അർബൻ ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് വലിയ വില കൂടി വാങ്ങിച്ച ഫ്ലാറ്റുകൾ, അതേപോലെ ലക്ഷൂറിയസ് ഐറ്റംസ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസിലോ EMI-ലോ വാങ്ങരുത്. പരമാവധി തൊഴിലില്ലായ്മ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ ജീവൻ നിലനിർത്താനും കുടുംബം നിലനിർത്തി കൊണ്ടുപോകാനുമായി ഇപ്പോൾ കിട്ടുന്ന പൈസയെല്ലാം വിനിയോഗിക്കണം. നിങ്ങൾ അത് ക്യാഷായി വെക്കണം. അതും ബാങ്കുകൾ വെക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ വെക്കരുത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ 5 ബാങ്കുകളിൽ 5 ലക്ഷമായി വെക്കാം. അതല്ല നിങ്ങളുടെ സേവിങ്സ് കോടികളിലാണെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറൽ ലാൻഡ്സ് വാങ്ങിച്ച് അങ്ങനെ വെക്കാം. കാരണം ഇങ്ങനത്തെ സാമ്പത്തിക നഷ്ടം വരുന്ന സമയത്ത് വളരെ അത്യാവശ്യകരമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രങ്ങൾ അത്യാവശ്യമല്ല, ഭക്ഷണം തന്നെയാണ് വളരെ അത്യാവശ്യം. അങ്ങനെ വരുമ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നില കുറച്ച് ശരിയായി വെക്കാൻ പറ്റുന്നതായിരിക്കും. 25 ലക്ഷത്തോളം ക്യാഷായി വെക്കുക, ബാക്കി പൈസക്ക് നിങ്ങൾ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുന്നതായിരിക്കും അത്യുത്തമം. സോ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുന്നതിന് നന്ദി. ഇതെനിക്ക് ഇപ്പൊ ഏകദേശം 10 ലക്ഷം, അതായത് 16 ലക്ഷം കോടി രൂപന്റെ സ്കാമാണ്. 16 ലക്ഷം കോടി രൂപ 60% ഡിപ്രിഷിയേറ്റ് ആവുമെന്നാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അതായത് 16 ലക്ഷത്തിന്റെ 60% എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 10 ലക്ഷം കോടി രൂപന്റെ സ്കാം ആയിരിക്കും. അതായത് ഇന്ത്യന്റെ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിലുള്ള 16 ലക്ഷം കോടി രൂപ 10 ലക്ഷമായി ചുരുങ്ങും. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിന് 6 ലക്ഷം കോടി രൂപ നഷ്ടം വരും.
ഈ 6 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ വരും. അതുവഴി മറ്റ് ബിസിനസ്സുകൾ എല്ലാം നശിക്കുമ്പോൾ ആ ബിസിനസ്സുകളിൽ വൻ നഷ്ടം വരും. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാല്യൂ നഷ്ടം വരും. തൊഴിലില്ലായ്മ കാരണം വീണ്ടും പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഏകദേശം 100 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നാണ് കണക്ക്. ഈ 10 ലക്ഷം കോടി രൂപയുടെ നഷ്ടം പ്ലസ് ഒരു ഇതിന്റെ റിപ്പർക്കഷൻ എന്ന് പറയും, അതായത് ഇതിന്റെ പ്രതിധ്വനികൾ കാരണം ഒരു 20-30 ലക്ഷം കോടി രൂപയുടെ അഡീഷണൽ നഷ്ടം കൂടെ ഇന്ത്യ മഹാരാജ്യത്തിന് വന്നേക്കാം. അപ്പൊ ഇന്ത്യ മഹാരാജ്യം റിസഷനിലോട്ട് പോവുകയാണ്. എല്ലാവരും ജാഗരൂകരായിരിക്കുക, സേഫ് ആയിരിക്കുക.